ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 2 ദിവസത്തെ നോമ്പും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മക്കളുടെ മദ്രസയിലെ ഓപ്പൺ ഹൗസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഒന്ന് മദ്രസയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു സൺഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ഓപ്പൺ ഹൗസിൻ്റെ സമയത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉസ്താദിനൊന്ന് കാണുകയും അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഒരുമിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ ദേരയിലുള്ള സുന്നി സെൻറ്റർ മദ്രസയിലാണ് കേട്ടോ അവർ പഠിക്കുന്നത്. അപ്പോൾ ഒരാൾ 8th ഒരാൾ 3rd കേട്ടോ. അപ്പോൾ ഹംദാന് കുഴപ്പമൊന്നുമില്ല, മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹാറൂന് കുറച്ച് ഫസ്റ്റ് ടൈമിലെയും സെക്കൻഡ് ടൈമിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാർക്കൊക്കെ കുറവാണ്. വേണമെങ്കിൽ ആളെ ഒരു വർഷവും കൂടി 3rd തന്നെ ഇരുത്താം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ്. അപ്പോൾ ഞാനും പറഞ്ഞു ധൃതിയൊന്നുമില്ല, പതുക്കെ പഠിച്ച് പോന്നാൽ മതി, 3rd തന്നെ ഇരുത്താമെന്നുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉസ്താദിനെയൊക്കെ കണ്ട് പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടി. വീട്ടിലെത്തുമ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് സൺഡേ ആണ്, വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ ഇവർ പോരുന്ന വഴിക്ക് അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞു ഉറങ്ങണമായിരുന്നു. ഞാൻ നിസ്കരിച്ചിട്ട് വന്നപ്പോൾ പതിവില്ലാത്ത ആൾക്കാരൊക്കെ അടുക്കളയിൽ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്, അതിന് എപ്പോഴും കാണാനൊന്നും പറ്റൂലല്ലോ. പിക്ക പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് അപ്പോൾ തന്നെ എല്ലാം ചെയ്തോളൂ കേട്ടോ. നമ്മൾ പറയുമ്പോഴാണ് മടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് കുറച്ച് സ്നാക്സൊക്കെ വഴിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒന്ന് പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ പാർക്കിലേക്ക് പോകുന്നതിന് രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തുടങ്ങി ഇവിടെ ആ ഒരു പീരങ്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടിക്കണ സംഭവം ഉണ്ടല്ലോ, ഇവിടുത്തെ പോലീസിൻ്റെ ആ ഒരു ക്യാനോണിൻ്റെ പരിപാടി ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ വന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ അതൊന്ന് നേരിട്ട് കാണണമെന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ പാർക്കിൽ വന്നിരുന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, അത്യാവശ്യം നല്ല തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിക്കായാണ് പറഞ്ഞത്. പണ്ടൊക്കെ അറബ് ഗ്രാമങ്ങളിലൊക്കെ ബാങ്ക് വിളി കേൾക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് അകത്തേക്കുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ അവർക്ക് നോമ്പ് തുറയുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഏകൊരു മാർഗം ഈ ഒരു പീരങ്കിയുടെ സൗണ്ടായിരുന്നെന്ന്. അപ്പോൾ 60കളിൽ ഒരു 60s സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ സംഭവമാണല്ലോ. അപ്പോൾ അത് അവരിന്നും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് കേട്ടോ. ദുബായിലും പിന്നെ ബഹ്റൈൻ, കുവൈറ്റിലും ഒക്കെ ഇതുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ സമയമൊക്കെ നമുക്കറിയാനും ഒക്കെ ഇഷ്ടംപോലെ പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു കാഴ്ച വസ്തു പോലെ കാണാമെന്ന് മാത്രം. അന്ന് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ പണ്ടത്തെ കാലത്ത് ആ ഒരു ട്രഡീഷണൽ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വളരെ ഒഫീഷ്യലായിട്ടാണ് കേട്ടോ അവരത് ചെയ്യുന്നത്. അപ്പോൾ തുടക്കം തുടങ്ങിയ ഹാറും പറയേണ്ട ഉമ്മി ചെവി പൊത്തി പിടിച്ചോട്ടെ, നമ്മൾ വിചാരിക്കുന്ന സൗണ്ടല്ല, റൂമിലിരിക്കുമ്പോൾ ഉള്ള സൗണ്ടല്ല എന്നൊക്കെ അവൻ പറയണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ജസ്റ്റ് ഒന്ന് മിസ്സിനാണ് കേട്ടോ താഴെ പോകാതിരുന്നത്. അത്ര സൗണ്ടായിരുന്നു, നമ്മൾ വിചാരിക്കുന്ന സൗണ്ടേ അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിയാവും. പിന്നെ ഹാസിമ അവിടെ മണ്ണിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും നിറച്ച് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാനും പിള്ളേരൊക്കെയും ഒരുമിച്ച് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 6 മണി തുടങ്ങി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. ഒരു 20 മിനിറ്റോളം നിൽക്കേണ്ട വന്നു. അപ്പോൾ സമയമാവും തോറും കുട്ടികളും ആൾക്കാരൊക്കെ ക്രൗഡും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു സംഭവം അവർ പൊട്ടിക്കുന്നത്. അപ്പോൾ അത് കാണാനും ഭയങ്കര ഒരു കൗതുകം തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായതാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഫോൺ താഴെ വീണേന്, അത്രയ്ക്ക് സൗണ്ടായിരുന്നു. ഉടനെ തന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഹാസിമ കളിക്കണോടത്ത് നിന്ന് ഭയങ്കര ഒരു കരച്ചിലായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് വലിയ സൗണ്ടായിരുന്നു, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തേക്കായും ഗസയിലെ കുട്ടികളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ മേത്തേക്കൊന്നും വരുന്നില്ലല്ലോ.
അപ്പോൾ മരണം നമ്മുടെ മുമ്പിലേക്ക് ഇതേപോലെ വരുമ്പോൾ അവരതെങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ നമുക്ക് ആ സമയത്ത് പോയത്. പിന്നെ ഒട്ടും നമുക്ക് പുറത്തിരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തണുപ്പായിരുന്നു. തണുപ്പും അതിൻ്റെ കൂടെ കാറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നേരെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഞാനും പിള്ളേരും ഹാസിമുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ട് ബാക്കി ഉണ്ടായിരുന്നതൊക്കെ വേസ്റ്റിലേക്കും ഒക്കെ കളഞ്ഞ് ബാക്കി കുറച്ച് ജ്യൂസും കുറച്ച് സംഭവങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അതും ഹാസിമിനെയും വണ്ടിയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മട്ടൻ കുറച്ച് വേവിച്ചിട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് മജ്ബൂസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇക്ക പള്ളിയിൽ നിന്ന് വന്നപ്പോൾ മജ്ബൂസ് ഉണ്ടാക്കൽ ആൾക്കൊരു സ്പെഷ്യൽ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സൺഡേസ് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കിച്ചണിൽ കയറാറുമുണ്ട്. അങ്ങനെ നമ്മുടെ പാൻ വെച്ചിട്ട് എല്ലാ സ്പൈസസും ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ സവാള, ജിഞ്ചർ, ഗാർലിക്ക് ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ചെറിയ പീസ് തക്കാളി, പിന്നെ നമ്മുടെ അറബിക് മസാല ഉണ്ടല്ലോ, അത് യമൻ്റെ അറബിക് മസാല നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പഴയത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കളഞ്ഞിട്ട് അത് കുറേ എത്തിയതായിരുന്നു, ഒരു 2-3 വർഷമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് കളഞ്ഞിട്ട് ഇതങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കളറൊക്കെ നഷ്ടപ്പെടുമല്ലോ. എന്നിട്ട് ആ പൊടിയിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളുടെ മട്ടൻ്റെ വെള്ളം ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ 2.5 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതനുസരിച്ച് വെള്ളം കുറവാണെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മട്ടൻ്റെ വെള്ളത്തിൽ തന്നെയാണ് അരി വേവിച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ച ആ മട്ടനും മുകളിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. മട്ടൻ ഇന്ത്യൻ മട്ടനാണ് വാങ്ങിയത്. പക്ഷെ കുറച്ച് ചെറിയ പീസായി പോയിട്ട്, കുറച്ചും കൂടി വലിയ പീസാണെങ്കിൽ കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു ചെറിയ പീസ് ബട്ടറും മുകളിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്, മട്ടൻ മജ്ബൂസ്. അങ്ങനെ പിള്ളേർക്ക് എക്സാമാണ് കേട്ടോ. പിറ്റേ ദിവസം ഒരാൾക്ക് ഹിന്ദി, ഒരാൾക്ക് മാത്സ്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇവന്മാരെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ പണി. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെയാണ് നിസ്കരിച്ചതും കാര്യങ്ങളൊക്കെ. ഞാൻ ഇന്ന് പള്ളിയിലേക്ക് പോയിട്ടില്ല, കാരണം ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യണമായിരുന്നല്ലോ. അങ്ങനെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ നേരത്തെ എടുത്തുന്നുണ്ട്, പിറ്റേന്ന് എക്സാം ആയതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഹലീം, ബ്രെഡ് പോക്കറ്റ്, ചിക്കൻ സമൂസ, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജ്യൂസായിട്ട് അവക്കാഡോ ജ്യൂസാണ് അടിച്ചിരുന്നത്. അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് അവിടെ വെച്ച് നോമ്പ് തുറന്നത്. അപ്പോൾ ഇന്ന് ഹാറൂൻ ഒരു നോമ്പ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ വെച്ച് കുറച്ച് വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, എനിക്ക് വിശക്കണോ ദാഹിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ആളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറബിക് മസാല ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ മജ്ബൂസ്. അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേനും വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. പിള്ളേർ സൈക്കിള് കയറ്റി ഇറക്കുമ്പോൾ തന്നെ വീടാകെ മിസ്സാവും. അപ്പോൾ എനിക്ക് രാവിലെ എങ്ങനെയാണോ ക്ലീൻ ചെയ്യണത് അത് തന്നെ രാത്രിയും ക്ലീൻ ചെയ്യേണ്ട വരും കേട്ടോ. കാരണം തേഴ്സ്ഡേ തുടങ്ങി പിള്ളേർ വീട്ടിലുണ്ട്. ഈ ആഴ്ച മദ്രസയും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മക്കൾ വീട്ടിലുള്ള ദിവസം പ്രത്യേകിച്ചും പറയണ്ട. അങ്ങനെ അവർ 2 എക്സാമിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഒരു 12 മണിയായപ്പോൾ ഞാൻ വെള്ളയപ്പത്തിൻ്റെ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമലി ഞാൻ പച്ചരി മാത്രമാണ് വെള്ളത്തിലിടാറ്. അപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടാക്കുന്നത് ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പെട്ടെന്ന് പൊങ്ങി വരുമെന്നും പറഞ്ഞിട്ട്. പച്ചരി 2 കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ചോറും ഒരു 1/4 കപ്പ് തേങ്ങ, അതേപോലെ ഈസ്റ്റ്, ഷുഗർ എല്ലാം കൂടി ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ തലേ ദിവസം തന്നെ. പിന്നെ കേടാവേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എപ്പോൾ പച്ചരി വെള്ളത്തിലിടുന്നോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ അരി, ചോറ്, അതേപോലെ തേങ്ങ എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ രാവിലെ കുട്ടികൾ പോയതിന് ശേഷം ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ഞാൻ അരച്ചിട്ട് അത് ഓവനിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരുമല്ലോ. അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മാവ് കുറുക്കിയിട്ടുള്ളത്. അതിനേക്കാളും ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു അപ്പം. പിന്നെ ഞാനൊരു ഉച്ചയൊക്കെ കഴിഞ്ഞ് അസറൊക്കെ കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയിട്ടാണ് കിച്ചണിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ഇന്ന് വാട്ടർ മെലണിൻ്റെ നോർമൽ ജ്യൂസാണ് കേട്ടോ, ഷുഗറൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചത്. അതിലേക്ക് കുറച്ച് കസ്കസും കൂടി ആഡ് ചെയ്തിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനാണ് കഴിഞ്ഞ ദിവസം മട്ടൻ വാങ്ങുന്നത്. അപ്പോൾ നീ മട്ടൻ വാങ്ങിച്ചാൽ ശരിയാവില്ല, നീ ബീഫ് വാങ്ങിച്ചാൽ ശരിയാവില്ല, ഞാൻ വാങ്ങിയിട്ട് വരാം, നല്ലത് നോക്കി വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നേരത്തെ എന്തെങ്കിലും കിട്ടിയാൽ അത് ഉപകാരമായിരുന്നു. പക്ഷേ മഗ്‌രിബ് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലേക്ക് കയറലും നോമ്പിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ ബീഫൊക്കെ ആയിട്ട് വന്നപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് ഞാൻ കറി വെച്ചത്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവുമല്ലോ. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ഓറഞ്ചൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഹാസിമ്. അവനൊരു 11 മണിയായിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ. എന്നിട്ട് രാത്രി ഒരു 12 മണിക്കാണ് ഉറങ്ങിയത്. വൈകുന്നേരത്തെ ഉറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ ഓർഡറാണ് കേട്ടോ ആൾക്ക്. ഇപ്പോൾ 2 പഴുത്ത പഴവരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന്. പിന്നെ പണ്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയിട്ട് നെയ്യിൽ പൊരിച്ചെടുക്കും കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. പഴംപൊരിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റാണ് നെയ്യിലാക്കുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ മുട്ട ഒരെണ്ണം, അതിലേക്ക് കുറച്ച് പാലും ഇത്തിരി ഷുഗറും ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. അതേപോലെ ബ്രെഡ് ക്രംസും. എന്നിട്ട് ആ ഒരു മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നെയ്യിൽ പൊരിച്ചെടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാം. പിന്നെ ഇക്കാടെ ഫ്രണ്ടിൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ട് കുറച്ച് കല്ലുമ്മക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഫ്രൈ ചെയ്യാം. പിന്നെ നമ്മളുടെ ചിക്കൻ റോൾ ഓൾറെഡി ഫ്രീസറിലുണ്ടല്ലോ, അപ്പോൾ അതും എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വന്നപ്പോൾ സമൂസ, ഇലയട, അങ്ങനെ 2-3 സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് ഈ അരീസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മട്ടനും ഗോതമ്പും മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ട്രഡീഷണലായിട്ട്. അതൊരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ഒരു മെഷീനിലിട്ടിട്ട് വേവിച്ച് ഇങ്ങനെ എടുക്കുന്നൊരു സംഭവം കേട്ടോ, അരീസ്. അത് ഗോതമ്പും നമ്മളുടെ മട്ടനും മാത്രം. അത് മധുരം ഇട്ടിട്ട് കഴിക്കുന്നവരുണ്ട്, ബീഫ് കറിയുടെ കൂടെ കഴിക്കുന്നവരുണ്ട്, പ്ലെയിൻ ആയിട്ടൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കങ്ങനെ കഴിക്കാം കേട്ടോ. തലേ ദിവസം ഇന്നലത്തെ നോമ്പിന് വാങ്ങിച്ചത് അലീസായിരുന്നു കേട്ടോ. അതിന് നമ്മൾ ഒരുപാട് പയർ വർഗ്ഗങ്ങൾ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ പയർ വർഗ്ഗങ്ങൾ ഒരു 8-9 എണ്ണം ഉണ്ടാവും. ഭയങ്കര ഹെൽത്തിയാണത്. അതിൻ്റെ കൂടെയും ഈ മട്ടൻ തന്നെയാണ് കേട്ടോ. അതും ഇതും ഒക്കെ ഏകദേശം ഒരു സെയിം ടേസ്റ്റ് പോലെ, അതായത് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, ടേസ്റ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ഹെൽത്ത് വൈസ് ഭയങ്കര നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇക്കായും ഞാനും തമ്മിലുള്ളൊരു ഡിഫറൻസ് അതാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആൾ ഒരുപാട് ടേസ്റ്റും കാര്യങ്ങളും, അല്ലെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾക്ക് അത്ര ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. അപ്പോൾ നല്ലത് നോക്കി, ശരീരത്തിന് ഗുണമുള്ളത് നോക്കി വാങ്ങുകയും സെലക്ട് ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഹംദാനും നല്ലപോലെ കഴിക്കും. ഞാനൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ പറയായിരുന്നു, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ നേരത്തെ പറയണം ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതലാണ്. അപ്പോൾ ഇനി വാങ്ങിക്കുകയാണെങ്കിൽ പറയണം എന്നൊക്കെ ഞാൻ പറയായിരുന്നു. അങ്ങനെ എല്ലാം കല്ലുമ്മക്കായി കുറച്ച് നേരത്തെ 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫോയിൽ ചെയ്ത് കാസറോളിലേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബനാനയുടെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല, എന്തായാലും അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ചിക്കൻ റോളും ഒരു 3-4 എണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ഹംദാൻ അസറിന് പള്ളിയിൽ പോയതാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ആയിട്ട് വരാമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ആരുടെയോ ഫോണിൽ നിന്ന് വിളിച്ചേക്കാണ്, ഞാൻ ഇവിടുന്ന് നോമ്പ് തുറന്നോളാം, പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ട്. പക്ഷെ ആൾക്ക് അവിടെ നിന്ന് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ലെമണപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് നോമ്പ് തുറന്നിട്ട് അങ്ങനെ വരെ ചെയ്തത്. ബിരിയാണി തീർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നേരത്തെ ചെന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. അത്രയ്ക്ക് ആളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. ആ സമയത്ത് ബീഫും കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബീഫ് വെക്കാനുള്ള സമയമില്ല. മഗ്‌രിബ് കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറേണ്ട വരും. നോമ്പിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് കേട്ടോ. നേരത്തെ കാലത്തെ നമുക്ക് എന്തെങ്കിലും ഇറച്ചിയോ മീനോ വീട്ടിലുണ്ടെങ്കിൽ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ ഈ ഒരു മിനി സമൂസ അകത്ത് ചീസ് വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഹാറൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് നോമ്പൊന്നുമില്ല, എന്നാലും വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ പിള്ളേർ ഇന്ന് ഭയങ്കര റിലാക്സാണ് കേട്ടോ. ഇനി വ്യാഴാഴ്ച എക്സാമുള്ളൂ. പിന്നെ മെയിൻ വലിയ എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദി, മാത്സ്, അതേപോലെ ടഫായിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോറൽ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, സയൻസ് അതൊന്നും വലിയ പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ അവർ ഏകദേശം എക്സാം കഴിഞ്ഞ പോലത്തെ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2 പേരും പുറത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാക്ക ഫ്രൂട്ട് എന്നും പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ, അതാണ്. അത് കുറച്ച് പഴുപ്പ് കൂടുതലായിട്ട് പോയിട്ടുണ്ട്. അവിയർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ ഫ്രൂട്ട്സും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല കേട്ടോ. കുറച്ച് പഴുപ്പ് കൂടുതലും, തണ്ണിമത്തനാണെങ്കിലും പകുതിയോളം കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ചെറികളാണെങ്കിലും ചെറിക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പഴുക്കാതെ പഴുത്ത പോലത്തെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ അതിനും.
അങ്ങനെ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹാസിം ടാറ്റ പോകണമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പുറത്തൊന്ന് കറക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ അരീസ് ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മൈക്രോവേവ് ചെയ്ത് കുറച്ചിപ്പോൾ കഴിക്കാൻ വേണ്ടി മാത്രം, ഞങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ. ഇതെല്ലാം സത്യം പറഞ്ഞാൽ അധികമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദിവസം പുറത്തുനിന്നും കൂടി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കുട്ടികളും വീട്ടിലുള്ളതുകൊണ്ട് ഇതൊന്നും ബാക്കിയാവുന്നില്ല കേട്ടോ. ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന പരിപാടിയേ ഇല്ല. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഇതൊന്നും ഞാൻ ടേബിളിൽ നിന്ന് എടുക്കാറില്ല, ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമുള്ള പോലെ വന്നും പോയൊക്കെ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ ആണെങ്കിലും കഴിച്ച് അങ്ങനെ തീർത്തോളൂ കേട്ടോ. ഒന്നും ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് മാറ്റി വെക്കണ പരിപാടിയില്ല. അതപ്പോൾ അങ്ങനെ അങ്ങോട്ട് തീർക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഹംദാനും പള്ളിയിൽ നിന്നൊന്നും കഴിക്കാത്ത കാരണം അവൻ ഒരു ആനേനെ വിഴുങ്ങാനുള്ള വിശപ്പായിട്ടാണ് കേട്ടോ മൂപ്പരും വന്നത്. അങ്ങനെ പുള്ളിയും വന്ന് അത്യാവശ്യം ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അരീസൊക്കെ അപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക കഴിച്ച് നല്ലോണം. പിന്നെ കുറച്ച് ബാക്കി വന്നത് ഹംദാനും അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഇലയുടെയും ഒരു ചിക്കൻ റോൾ എന്തുവാണ് കേട്ടോ ബാക്കി വന്നത്. അത് ഞാൻ ഇടയത്താഴം കഴിച്ചിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യും. ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടി ഇല്ല, അത് ബുദ്ധിമുട്ടാണ്. പിന്നെ പിറ്റേ ദിവസം എടുക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് മാക്സിമം വേസ്റ്റ് ആവുന്നത് റമളാനാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണത്തിൻ്റെ ആ ഒരു വാല്യൂ നമുക്കറിയാമല്ലോ. ഓരോ സ്ഥലങ്ങളിലും ഗസയിലൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞോണം ഭയങ്കര വിഷമമാണ്. ഒന്നും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം അത് യൂസ് ചെയ്യുക, ഉള്ളത് കുറച്ചുണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും, പ്രത്യേകിച്ച് റമളാനിന്. അങ്ങനെ ഹാസിം ടി വിയിൽ പൂവ് കണ്ടിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും റെഡിയായി പള്ളിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് കറിയും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കിടത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഹാറുവിനെ മാത്രമേ ക്ലാസ്സുള്ളൂ, എക്സാം ഇല്ല. ഇനി വരുന്നത് തേഴ്സ്ഡേ ആണ്. ഹംദാന് സ്റ്റഡി ലീവാണ് കേട്ടോ. അപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂപ്പരും വണ്ടിയായിട്ട് ഇറങ്ങും. അപ്പോൾ അങ്ങനെ കരച്ചിലും ബഹളവും അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു സമാധാനമുണ്ട്. ഈ വണ്ടി ആൾ തന്നെ ഓടിച്ച് പഠിച്ചതാണ് കേട്ടോ. നല്ല സ്പീഡിൽ ഓടിക്കാനറിയാം. പോകണണ്ട നമുക്ക് തന്നെ പേടിയാവും. ഇപ്പോൾ തലേ ദിവസം ആ ഒരു പാർക്കിൽ കളിക്കാൻ പോയ സമയത്ത് കാലെവിടെയോ തട്ടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ രാത്രി നമ്മൾ ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല, കാല് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കരച്ചിലായിരുന്നു കേട്ടോ. നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുമില്ല. അപ്പോൾ രാവിലെയാണ് ആ ഒരു വിരലിൻ്റെ അവിടെ ആയിട്ട് നല്ലൊരു നീര് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ആയപ്പോഴത്തേനും ഓക്കെ, കുറച്ച് അടോളൊക്കെ കൊടുത്താണ് അങ്ങനെ കിടത്തി ഉറക്കിയത് തലേ ദിവസം. ഞാൻ ബീഫ് കറി വെച്ചിട്ടില്ല കേട്ടോ, സോറി. അവർ പോയേ പിന്നെയാണ് ബീഫ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് തിരുമ്മിയിട്ട് എളുപ്പത്തിലുള്ള ആ ഒരു കറി തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് ചതച്ചതും തക്കാളിയും സവാളയും പിന്നെ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം തിരുമ്മി അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിലെ പാത്രങ്ങൾ യൂഷ്വൽ അറിയാമല്ലോ, അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 9:30 ആവും കേട്ടോ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ. ആ സമയത്താണ് ഇവർ തിരിച്ച് വരുന്നത്. അങ്ങനെ വന്നിട്ട് ഇക്ക ഉടനെ ജിമ്മിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്നോട് മുട്ട ബോയിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 കഴിച്ചിട്ട് ആൾ നേരെ ജിമ്മിലേക്ക് പോയി. ആറുവിനെ ഞാൻ ഉടനെ തന്നെ അപ്പമൊക്കെ ചുട്ട് ബീഫ് കറിയും കൂട്ടി അങ്ങനെ അവന് കഴിക്കാൻ കൊടുത്ത് അവനും ഹാസിമിനും കൊടുത്തിട്ടുണ്ട്. ഹംദാന് പിറ്റേ ദിവസം സ്റ്റഡി ലീവ് ആയതുകൊണ്ട് അങ്ങനെ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഹാറുവിന് ഞാനൊരു 10:30 അപ്പോൾ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഇഷായും നിസ്കരിച്ച് തറാവിയും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പം ഒരു രക്ഷയുണ്ടായിട്ടില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മളെല്ലാം പച്ചരിയൊക്കെ വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ നമ്മളുടെ അരിയും ചോറും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് അരച്ച് നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്, നല്ല സോഫ്റ്റുമായിരുന്നു. ഞാനിങ്ങനെ പൊടി വാട്ടിയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫ് കറിയൊക്കെ കൂട്ടി ഹാറൂനും ഹാസിമിനും അങ്ങനെ വാരി കൊടുക്കുക ചെയ്തു കേട്ടോ. ഞാൻ ഇക്ക വന്നതിന് ശേഷമാണ് കഴിച്ചത്. ഹംദാനും ഇവർ കഴിക്കുന്ന സമയത്ത് കുറച്ച് മന്തി തലേ ദിവസത്തെ ബാക്കിയുണ്ടായിരുന്നു, മജ്ബൂസ്. അപ്പോൾ അതും അവന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴയത് അങ്ങനെ അങ്ങോട്ട് തീർക്കുകയാണ്. ഹാസിം വന്നിട്ടും എഴുന്നേറ്റ് നടക്കുമായിരുന്നു കേട്ടോ. ഹാറൂനെ ഉറക്കിയതിന് ശേഷവും ആൾ ഉഷാറായിട്ട് നടക്കുകയായിരുന്നു. ഇക്കാക്ക് വന്നതിന് ശേഷം അപ്പം ചുട്ടുകൊടുത്ത സമയത്തും
ആൾ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കറിയുടെ കൂടെ കഴിക്കുന്നതിനേക്കാളും പച്ചക്കായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ 2 ദിവസത്തെ നോമ്പും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.